വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം അധ്യായം 50 ശ്ലോകം 54, 55, 56, 57, 58 5 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഈ 5 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 50-ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ആ ദ്വാരകാപുരിയുടെ വർണ്ണന അതിമനോഹരമായ, ദേവലോകത്തെക്കാളും സുന്ദരമായ ദ്വാരക വർണ്ണന തുടരുന്നു. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 54. വാസ്തോഷ്പദീനാഞ്ജഗൃഹൈ വളഭീഭിശ്ച നിർമ്മിതം ചാതുർവർണ്യജനാകീർണം യതുദേവഗൃഹോല്ലസൽ. അങ്ങനെ 2-3 ദുർഗങ്ങളുണ്ട്. കടന്നിട്ട് വേണം അതിന്റെ പട്ടണത്തിലേക്ക് കിടക്കാൻ. അതിന്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ ക്ഷേത്രങ്ങളും പണിതിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് കാറ്റുകൊള്ളാൻ നല്ല നല്ല പാർക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്രാഹ്മണൻ മുതലായിട്ടുള്ള 4 ജാതിക്കാർക്ക് എല്ലാവർക്കും വേറെ 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 തെരുവുകൾ അവർക്കൊക്കെ ഇരിക്കാനുള്ളത്. പിന്നെ യദുരാജാവായ ഉഗ്രസേനൻ, യദുശ്രേഷ്ഠന്മാരായ ശ്രീകൃഷ്ണൻ, ബലരാമൻ, വസുദേവര്, അവർക്കൊക്കെ പ്രത്യേകം ഗംഭീരമായിട്ടുള്ള ഭവനങ്ങൾ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെയോ ഈ പട്ടണത്തിന്റെ നിർമ്മാണ രീതി വിവരിച്ച 4 ശ്ലോകങ്ങളുടെ സാരാംശം എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നല്ലോണം മനസ്സിലാവും. 4 ഭാഗത്തും സമുദ്രം, അതിന്റെ നടുവില് ഒരു വലിയ കര. അപ്പൊ എല്ലാവർക്കും സുഖമായിട്ട് സഞ്ചരിക്കാൻ 4 ഭാഗത്തു നിന്നുണ്ട് പട്ടണത്തിൽ പാതകള്. അവയുടെ അതിർത്തിയില് ആ ദ്വീപിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ മതില്, ആ മതിലിന്റെ ഇടയ്ക്കിടയ്ക്ക് രത്നങ്ങൾ കൊണ്ട് ഉയർത്തിക്കെട്ടിയ ശിഖരങ്ങള്, അവയുടെ മീതെ പൊങ്ങിക്കാണാൻ തക്ക വിധം ഇടയ്ക്കിടയ്ക്ക് വേറെ വലിയ സ്വർണ്ണ ഗോപുരങ്ങള്, അവയുടെ മീതെ പൊൻ താഴികക്കുടങ്ങള്, സ്വർണം കൊണ്ടുള്ളതാ താഴികക്കുടങ്ങള്, കോട്ടയുടെ 4 ഭാഗത്തും ഓരോ വലിയ ഗോപുരങ്ങള്, അവയുടെ മീതെയൊക്കെ സ്ഫടികം കൊണ്ട് ഭിത്തികൾ ഉണ്ടാക്കി അവയ്ക്ക് മീതെ ഗോപുരങ്ങൾ പണിതിട്ടുണ്ട്. കോട്ടയ്ക്കുള്ളില് പിന്നെ പാതകളുടെയൊക്കെ റോഡിന്റെയൊക്കെ അരികിലെ പൂന്തോട്ടങ്ങള്, ഫലവൃക്ഷങ്ങളൊക്കെ അങ്ങനെ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കാടുകള്, ആ കാടുകളുടെ മധ്യത്തില് കിണറുകളുണ്ട്, കുളങ്ങളുണ്ട്. പിന്നെ അതിൻ്റെയൊക്കെ അടുത്ത് ദേവാലയങ്ങള്, അവയുടെ സമീപത്താണ് ഊട്ടുപുരകള്. പറഞ്ഞില്ലേ, വെള്ളി കൊണ്ടുള്ള ഊട്ടുപുരകള്. പിന്നെ ആനപ്പന്തികള്, കുതിര ചാവടികള് ഒക്കെ ഈ ഊട്ടുപുരയുടെ അടുത്ത് തന്നെയാണ്. അതൊക്കെ കടന്ന് ഉള്ളിൽ പ്രവേശിച്ചാൽ ബ്രാഹ്മണർക്കുള്ള ഗൃഹങ്ങള്, അവയുടെ പിൻഭാഗത്ത് ശൂദ്രവീഥികള്, ഇടതുഭാഗത്ത് വൈശ്യന്മാർക്കുള്ള ഗൃഹങ്ങള്, വലത്തുഭാഗത്ത് ആണ് രാജഗൃഹങ്ങള്, നടുവില് വലുതായിട്ടുള്ള ഒരു വലിയൊരു സഭാമണ്ഡപം. ആ സഭാമണ്ഡപത്തിന്റെ മുൻഭാഗത്ത് ഉഗ്രസേനൻ, വസുദേവൻ, ശ്രീകൃഷ്ണൻ, ബലരാമൻ, ഈ 4 പേരുടെ കൊട്ടാരങ്ങള്. ഈ ഗൃഹങ്ങളുടെയൊക്കെ നടുവിൽ ഇങ്ങനെ മരതകപ്പൊടി ഇട്ടിട്ടാണ് ഇടിച്ചുറപ്പിച്ചിരിക്കുന്നത്. നമ്മളെയൊക്കെ ഇപ്പോ മൊസൈക്ക് പോലെ മരതകപ്പൊടി കൊണ്ടുള്ള മുറ്റങ്ങളാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പാർക്കുകളൊക്കെ ഉണ്ട്, വലിയ വലിയ ഹാളുകളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് ദ്വാരകാപുരിയുടെ സമ്പ്രദായം. അത് 4 ശ്ലോകങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. സുധർമാം പാരിജാതം ച മഹേന്ദ്ര പ്രാഹിണോ ഹരേ യത്ര ജാവസ്ഥിതോ മർത്യോ മർത്യധർമ്മേ നയുജ്യതേ. ദേവലോകത്ത് നിന്ന് ഇന്ദ്രൻ പാരിജാതം എന്ന വൃക്ഷത്തെയും കൊണ്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെയോ അതിമനോഹരമായ അതിവിശേഷപ്പെട്ട സുധർമ്മ എന്നൊരു സഭാമണ്ഡപവും ഭഗവാന് ഇഷ്ടപ്പെടും എന്ന് ഉറപ്പിച്ചിട്ട് ദേവേന്ദ്രൻ അയച്ചു കൊടുത്തു. അതുപോലെ ഒരു സഭാമണ്ഡപം വേറെ ഇല്ല ലോകത്തില്. അതാണ് സുധർമ്മ. ഭഗവാന്റെ സഭാമണ്ഡപത്തിന്റെ പേരാണ് സുധർമ്മ. ആ സുധർമ്മയില് വസിക്കുന്നവർക്ക് സാധാരണ മനുഷ്യരെ പോലെ വിശപ്പ്, ദാഹം ഒന്നും ഉണ്ടാവില്ല. അതാണ് അതിന്റെ പ്രത്യേകത. ശ്യാമേകകർണാൻ വരുളോ ഹയാൻ ശുക്ലാൻ മനോജവാൻ.
അഷ്ടോ നിധിപതി കോശാൻ ലോകപാലോ നിജോദയാൻ. ദേവന്മാരും എല്ലാവരും ഭഗവാന് ദ്വാരകാപുരിയിലേക്ക് വേണ്ട ഓരോന്നും സമർപ്പിക്കുകയാണ്. വരുണൻ കുതിരകളെ അയച്ചു. എങ്ങനെയുള്ള കുതിരകളാ? മനോവേഗമുള്ള കുതിരകള്. അത് എല്ലാ കുതിരകളും വെളുത്ത് സർവാംഗം വെളുത്തത്, ഒരു ചെവി മാത്രം കറുത്ത്. അങ്ങനെയാണ് കുതിരകളെ കൊടുത്തയച്ചത് വരുണൻ. പിന്നെ കുബേരന് 8 നിധികളെ കൊടുത്തു. ഏതൊക്കെ 8 നിധികള്? പത്മം, മഹാപത്മം, മത്സ്യം, കൂർമ്മം, ഔദകം, നീലം, മുകുന്ദം, ശംഖം. ഇങ്ങനെ 8 നിധികളെ കുബേരൻ കൊടുത്തു, ഭഗവാന് അയച്ചു കൊടുത്തു. പിന്നെ അങ്ങനെ ഇതുപോലെ മറ്റ് ലോകപാലന്മാരെല്ലാവരും അവരവരുടെ ഐശ്വര്യങ്ങളെയൊക്കെ ഭഗവാൻ അയച്ചു കൊടുത്തു. എല്ലാവരും. യദ്യൽ ഭഗവദാദത്തം ആധിപത്യം സ്വസിദ്ധയേ സർവം പ്രത്യർപ്പയാമാസു ഹരൗ ഭൂമികതേ നൃപ. ശ്രീ ശിവബ്രഹ്മർഷി പറയണു, ഹേ രാജാവേ, ഇന്ദ്രാദി ലോകപാലന്മാർക്കും മറ്റു സിദ്ധന്മാർക്കും അവരവരുടെ വൈഭവത്തെ നിലനിർത്താനായിട്ട് ഏതേത് വിധം ഐശ്വര്യത്തെയും അധികാരത്തെയും ഭഗവാൻ കൊടുത്തിരുന്നുവോ ആ വക ഐശ്വര്യത്തെയും അധികാരത്തെയും എല്ലാം ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്ന ഈ അവസരത്തില് അവര് ഭഗവാന്റെ കാൽക്കൽ അങ്ങോട്ട് സമർപ്പിച്ചു. ഭഗവാൻ തന്നെ കൊടുത്തതാണ് ഇവർക്കുള്ള ഈ ഐശ്വര്യം മുഴുവൻ. അത് മുഴുവൻ ഈ സമയത്ത് ദ്വാരകാപുരി പണിത സമയത്ത് അവരെല്ലാവരും ഭഗവാന് തന്നെ അങ്ങോട്ട് സമർപ്പിച്ചു, ഭഗവാന്റെ കാൽക്കൽ. തത്രയോഗപ്രഭാവേണ നീത്വാ സർവജനം ഹരി പ്രജാപാലേന രാമേണ കൃഷ്ണ സമനുമന്ത്രിത നിർജഗാമപുരദ്വാരാൽ പത്മമാലി നിരായുധ. മനുഷ്യർക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ദുർഗമായിട്ടുള്ള ഈ ദ്വാരകയില് ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ യോഗമായ വൈഭവത്താൽ സകല യദുക്കളെയും പ്രവേശിപ്പിച്ചു. എല്ലാവരും ദ്വാരകാപുരവാസികൾ എല്ലാവരും കിടന്നുറങ്ങുമായിരുന്നു രാത്രി. രാവിലെ എണീറ്റത് എവിടെ? അവര് ദ്വാരകാപുരിയില്. അതാണ് ഭഗവാന്റെ യോഗ മായ വൈഭവം കൊണ്ട് അവരെല്ലാവരെയും ഒറ്റ രാത്രി കൊണ്ട് ദ്വാരകയിലേക്ക് അങ്ങോട്ട് എത്തിച്ചു. എന്നിട്ട് ബലരാമസ്വാമിയോട് പറഞ്ഞു, ഏട്ടാ, ഇവരെയൊക്കെ വേണ്ട വിധം രക്ഷിച്ച് ഏട്ടൻ ഇവിടെ ഇരുന്നോളൂ, ഞാനേ ആ കാലയവനോട് യുദ്ധം ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ എങ്ങനെയാ പോയത്? യാതൊരു ആയുധവും എടുക്കാതെ അതിസുന്ദര രൂപനായിട്ട് ഒരു താമരമാല മാത്രമേ കഴുത്തിൽ ധരിച്ചിട്ടുള്ളൂ. അത് ധരിച്ചു നിൽക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാന് എന്റെ സുന്ദര രൂപം കണ്ടാൽ തന്നെ എല്ലാവരുടെ മനസ്സിലും അങ്ങനെ ആനന്ദം നിറയും. അപ്പൊ കാലയവനന് പ്രത്യേകം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ താമരമാല. ഒരായുധവും എടുത്തിട്ടില്ല. അങ്ങനെയാണ് കാലയവനോട് യുദ്ധം ചെയ്യാനായിട്ട് ഭഗവാൻ പുറപ്പെട്ടത്. നമ പങ്കജനാഭായ നമ പങ്കജമാലിനെ നമ പങ്കജനേത്രായ നമസ്തേ ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ദുർഗനിവേശം നാമ 50-തമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 50-ാമത്തെ ഈ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളിൽ സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.